ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഥാർത്ഥ മുസ്ലിം, ശരിയായ മുസ്ലിം എങ്ങനെയാണ് എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചില ആലോചനകളാണ് നമ്മുടെ സംസാരത്തിൽ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. റബ്ബ് നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും അവന്റെ ബർക്കത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പരിസരം, നമ്മുടെ ജീവിത ചുറ്റുപാട്, നാം ഒരു മുസ്ലിമാണെന്ന് പറയുന്നതിൽ നമ്മെ ഒരുപാട് പുറകോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു സാഹചര്യം പോലെ നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം, തൊപ്പി വെച്ചാലും താടി വെച്ചാലും, അതുപോലെ തന്നെ ഇസ്ലാമികമായ ശറഅ് പറഞ്ഞ രീതിയിൽ സ്ത്രീകൾ പർദ പോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാലും എന്തൊക്കെയോ നമ്മളിൽ ഒരു വൈരാഗ്യത്തിന്റെ ബോധം സമൂഹത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്നു എന്നൊരു തോന്നൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും, എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ചിലർക്കൊക്കെ അതങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ വാർത്താവിനിമയ രംഗത്ത്, മാധ്യമ രംഗങ്ങളിൽ ഒരു ഇസ്ലാമികമായ വിഷയത്തെ അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായ ആളുകളെ കൂടുതൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന, കുറ്റം ചാർത്തുന്നതിൽ വളരെയധികം വാക്കുകൾ കൊണ്ടും പ്രയോഗങ്ങൾ കൊണ്ടും വളരെയധികം ശ്രമകരമായ ഒരു ആസൂത്രിത സ്വഭാവം കാണപ്പെടുന്ന ചുറ്റുപാടും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക രംഗം, മുസ്ലിം സമൂഹത്തിന്റെ സാമ്പത്തിക രംഗം ചൂഷണം ചെയ്യപ്പെടുന്ന മേഖലകളും ഒക്കെയുണ്ട്. ഇങ്ങനെ ചുറ്റുപാട് മുഴുവനും നമുക്ക് വളരെ പ്രതിസന്ധികൾ തീർക്കുമ്പോൾ ഒരു മുസ്ലിം ആണെന്ന് പലപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ ഇസ്ലാമികമായ വിശ്വാസ ആചാരങ്ങളെ പലപ്പോഴും നമ്മൾ മറച്ചു വെക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനായി ശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മക്കൾ പഠിക്കുന്ന അവരുടെ സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ചില മാനേജ്മെന്റുകൾ യൂണിഫോമിന്റെ ഏകീകരണത്തിന് വേണ്ടിയിട്ട് തല മറയ്ക്കൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നവരാണ്. അല്ലെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കേണ്ട വസ്ത്രം പെൺകുട്ടികൾ ധരിക്കണം എന്ന് പറഞ്ഞാൽ ഔറത്ത് പൂർണ്ണമായും മറയേണ്ട ഭാഗം മറയരുത് എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഒരു പരിധിവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരൊക്കെ ആയിരിക്കും. എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്നാലും മുസ്ലിം സമൂഹത്തിന്റെ ആ പഴയ തന്റേടം നഷ്ടപ്പെട്ട പോലെ ചില രംഗങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ എവിടെ നിൽക്കുന്നു മതപരമായ ദൃഷ്ടിയിൽ, മതം നമുക്ക് നൽകിയ സ്ഥാനം എവിടെ എന്നതിലേക്കുള്ള ഒരു അവലോകനമാവട്ടെ, ഒരു ആലോചനയാവട്ടെ നമ്മുടെ ഇന്നത്തെ സംസാരം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഏറ്റവും നല്ല വർത്താനം ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നു എന്നതാണ്. ഞാൻ മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ് എന്ന് ആ പറയൽ എങ്ങനെയോ അതിന്റെ ആത്മാർത്ഥതയിൽ പ്രകടമാക്കുക, അതാണ് ഏറ്റവും നല്ല പ്രവർത്തനവും ഏറ്റവും നല്ല വാക്ക്. ഖുർആൻ പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന പ്രവർത്തനങ്ങൾ, വാക്കുകൾ, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ, അതോടൊപ്പം ഇതെല്ലാം തനിക്ക് എങ്ങനെ സാധ്യമാകുന്നു? താനൊരു മുസ്ലിമാണ്, അതിന്റെ പേരിൽ സാധ്യമാകുന്നു. ഈ ജീവിത സന്ദേശം നൽകുന്നവനേക്കാളും വലിയവൻ ആര് എന്നാണ് ഖുർആൻ ചോദിച്ചത്. നമ്മെ കൊണ്ടത് പറ്റുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് മറ്റൊരാളെ ആകർഷിപ്പിക്കുന്നതാവുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കുകൾ അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ മനസ്സിൽ. ഇയാളൊരു നല്ല മനുഷ്യന്, ഇയാൾ ജീവിച്ചിരിക്കുന്ന, ഇയാളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ തത്വം വളരെ മനോഹരമാണ് എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിതം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്നാൽ ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല മഹാൻ അങ്ങനെയുള്ള മനുഷ്യനാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്ന മറ്റൊരു കാര്യം, മഹാനായ അബൂ മുബാറക് അബ്ദുള്ള യൂസുഫ് എന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം ഒരു അറബി പത്രത്തിലൊക്കെ എഴുതുന്ന വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു സംഭവം ഉദ്ധരിക്കുന്നതായി കാണാം. ബ്രിട്ടീഷ് പൗരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഇസ്ലാമിൽ വന്നു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ 3 ആഴ്ചക്കുള്ളിൽ ആ സഹോദരന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മതം മാറിയത് പറയരുത് എന്ന് ഉപദേശിക്കാൻ ഇസ്ലാമിക സൊസൈറ്റി പ്രവർത്തകർ വിട്ടുപോയി, മറന്നുപോയി. താൻ ഏതാണ്ട് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇസ്ലാമിലേക്ക് മതം മാറി വന്ന ആളാണെന്ന് പറയുന്ന കാര്യം അത് പറയരുതട്ടോ എന്ന് പറയാൻ നമ്മൾ ഇസ്ലാമിക സൊസൈറ്റി പ്രവർത്തകർ വിട്ടുപോയി. തന്റെ ഊഴം വന്നു, അദ്ദേഹം ഇന്റർവ്യൂവിന് അറ്റൻഡായി.
അദ്ദേഹം അറ്റൻഡ് ചെയ്ത് അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ആദ്യം പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് ലോർഡ് എന്നായിരുന്നു. ഇപ്പോൾ ഉമർ എന്ന പേര് സ്വീകരിച്ചു എന്നതായിരുന്നു അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടുത്തിയത്. മാത്രവുമല്ല, ജോലി നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ 5 വഖത്ത് കൃത്യമായി എനിക്ക് നിസ്കരിക്കാനുള്ള അവസരവും അതിനുള്ള സ്ഥല സൗകര്യങ്ങളും എനിക്ക് ഈ ജോലിയോടനുബന്ധമായി എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ടിയിരിക്കുന്നു. എന്റെ നിബന്ധനയാണിത്. ഇതെല്ലാം കൂടി അദ്ദേഹത്തിന്റെ ആദർശബോധത്തെ തുറന്നു പറഞ്ഞ ഈ തന്റേടം കണ്ട് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അത്ഭുതമാണ്. സത്യസന്ധതയും ആദർശബോധവും ആത്മാർത്ഥതയുമുള്ള ഈ ചെറുപ്പക്കാരനെ തന്നെ ആ ജോലി ഏൽപ്പിക്കണമെന്ന് കമ്പനി തീരുമാനിക്കുകയാണ്. ഇവിടെ അള്ളാഹു നമ്മെ കൈവിടില്ല എന്നൊരു സന്ദേശം ഉണ്ട്. റബ്ബിന്റെ ദീനിനെ നമ്മൾ എത്ര കണ്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിൽ ആത്മാർത്ഥത കാണിക്കുന്നുവോ അത്രയും അള്ളാഹു നമ്മെ വിടുകയില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വിടില്ല. റബ്ബ് നമ്മളെങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കാം, റബ്ബ് നമ്മെ ചേർത്ത് പിടിച്ചിരിക്കാം. നമ്മുടെ വസ്ത്രധാരണത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് എത്ര അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? നിങ്ങൾ പർദ്ദ ധരിച്ചാൽ മുസ്ലിം വേഷായി എന്നാണോ? നിങ്ങൾ തലമറച്ചാൽ മുസ്ലിം വേഷം ധരിച്ചവനായി എന്നാണോ? ഇസ്ലാമിക വേഷത്തിന് അങ്ങനെയല്ല മാനദണ്ഡം. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ എല്ലാ മേഖലകളിലേക്കൊന്ന് ആലോചിക്കണം. എവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം സ്പർശിതമായിട്ടുണ്ട്, എവിടെയെല്ലാം ഇസ്ലാമിന്റെ സ്പർശനം ഏൽക്കാത്തതുണ്ട്. വസ്ത്രധാരണം, നിങ്ങൾ ഔറത്ത് മറച്ചാൽ നിങ്ങൾ മുസ്ലിം വസ്ത്രം ധരിച്ചു, മുസ്ലിം വേഷം ധരിച്ചു എന്നാണോ അതിന്റെ മാനദണ്ഡം? ഇതിന്റെയൊക്കെ പിന്നിൽ ആധ്യാത്മികമായ ഒരു ആനന്ദമുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പല പരാജയങ്ങളും നമുക്ക് സംഭവിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ നമ്മുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ആയത്ത് ശ്രദ്ധിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസു തഖ്വാ ദാലിക ഖൈറുൻ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യذكറൂൻ. അല്ലാഹു വസ്ത്രത്തിന്റെ അടിസ്ഥാനം പറയാണ്. ഓ ആദമിന്റെ മക്കളെ, തീർച്ചയായും നിങ്ങൾക്ക് ആകാശത്ത് നിന്നും വസ്ത്രം ഇറക്കി തന്നു എന്ന് പറഞ്ഞാൽ മഴ മുഖേന ചെടികൾ മുളച്ച് വസ്ത്രോൽപാദനത്തിന് പറ്റുന്ന സസ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അള്ളാഹു വസ്ത്രം ഉൽപ്പാദിപ്പിച്ചു, സസ്യങ്ങളിൽ നിന്നും വസ്ത്രം ലഭിച്ചു എന്നതാണ് അതിനർത്ഥം. അതുപോലെ തന്നെ യുവാരി സൗആതിക്കും വരീശ, തൂവലുകളും ജന്തുക്കളുടെ രോമങ്ങളും ഉപയോഗിച്ച് നിങ്ങൾ വസ്ത്രം നിർമ്മിക്കുന്നു. അപ്പൊ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും വസ്ത്രം നിർമ്മിക്കാൻ മനുഷ്യന് അല്ലാഹു തആല അതിനുള്ള അവസരം കൊടുത്തു, അതിനവനെ പ്രാപ്തനാക്കിയെടുത്തു. ഇങ്ങനെ ജന്തുലോകത്തിന്റെയും സസ്യലോകത്തിന്റെയും വസ്ത്രനിർമ്മാണ മേഖലകൾ മനുഷ്യൻ കീഴടക്കിയോ, വസ്ത്രം മനുഷ്യൻ ധരിച്ചു തുടങ്ങിയോ, അള്ളാഹു ഉദ്ദേശിക്കുന്ന മാനദണ്ഡം വസ്ത്രധാരണത്തിന്റെ മതകീയമായ ലക്ഷ്യം വലിബാസു തഖ്വാ, ഹൃദയത്തിൽ റബ്ബിനെ ഭയക്കുന്നു എന്ന ഒരു വസ്ത്രം നമുക്കുണ്ടാവണം. അങ്ങനെ വരുമ്പോ കറുപ്പ് നിറവും അതുപോലെ തന്നെ ഔറത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ എത്തുകയും ചെയ്യുന്ന അളവും ഒക്കെ ഉണ്ടായിട്ടും പർദ്ദ പലപ്പോഴും മനുഷ്യന്റെ ഔറത്ത് മറയ്ക്കുന്നതിൽ സ്ത്രീ സമൂഹത്തിന് പരാജയമായി പോകാറുണ്ട്. കാരണം എന്താ? ഹൃദയത്തിന്റെ അകത്ത് തഖ്വ എന്ന് പറയുന്ന മറ്റൊരു വസ്ത്രധാരണം ഇല്ലാതെ പോയതിന്റെ പേരിൽ. അപ്പോൾ പർദ്ദയ്ക്ക് ഷെയ്പ്പ് വരില്ല, അല്ലെങ്കിൽ പർദ്ദ ധരിക്കുന്നതിന്റെ ലക്ഷ്യം ഒരു മോഡലാവില്ല. ഞാനൊരു ഉദാഹരണമാണ് പർദ്ദ പറഞ്ഞത്. അങ്ങനെ പല മേഖലകളും വസ്ത്രം ധരിക്കുന്നതിൽ പോലും ഇത് പടച്ചോന്റെ പൊരുത്തം ഉണ്ടാവണം എന്ന ഉദ്ദേശത്തിൽ ഈ ഔറത്ത് മറയാത്തതിന്റെ പേരിൽ, ഔറത്ത് മറയാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രധാരണത്തിൽ എനിക്ക് പരാജയം സംഭവിക്കാതിരിക്കാൻ, പടച്ചോന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാവാതിരിക്കാൻ എനിക്ക് ഈ വസ്ത്രധാരണത്തിൽ ഹൃദയത്തിൽ ഒരു ബോധം ഉണ്ടാവണം. അപ്പോഴാണ് എന്റെ വസ്ത്രധാരണത്തിൽ മതം പറഞ്ഞ ഭാഗത്തേക്ക് എനിക്ക് എത്താൻ കഴിയും. വലിബാസു തഖ്വാ ദാലിക ഖൈർ ذلك من آيات الله لعلهم يذكرون. ഇങ്ങനെയാണ് തഖ്വ എന്ന് പറയുന്ന വസ്ത്രം, അത് നമ്മളിൽ ഉണ്ടായേ പറ്റൂ. നമ്മുടെ വിശ്വാസം സുദൃഢമായിരിക്കണം. കപടവിശ്വാസത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടുപോകാറുണ്ട്. കപടവിശ്വാസത്തിന്റെ ലാഞ്ചനയുണ്ടെങ്കിൽ നമുക്ക് വിജയമില്ല. കപടവിശ്വാസത്തിന്റെ ലാഞ്ചനയുണ്ടെങ്കിൽ വിജയമില്ല.
വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. കപടവിശ്വാസമുള്ളവന് അറിയാത്ത ഒരു കാര്യം അല്ലാഹു പറയുന്നു. എപ്പോഴും പ്രതാപവും എപ്പോഴും ചങ്കൂറ്റവും എപ്പോഴും അജയ്യതയും അല്ലാഹുവിനും അവന്റെ റസൂലിലും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങൾക്കും മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ പരാജയപ്പെടൂല. നേരത്തെ ബ്രിട്ടീഷ് പൗരൻ ഇസ്ലാമികമായ ചര്യകൾക്ക് ആദർശബോധത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ആ ജോലി കിട്ടി എന്ന കഥ പറഞ്ഞ പോലെ നമ്മൾ അല്ലാഹുവിലും റസൂലിലും അർപ്പിച്ചിട്ടുള്ള വിശ്വാസം നമുക്ക് ഒരിക്കലും അതിലൊരു ചോർച്ച സംഭവിക്കാതിരുന്നാൽ നമ്മുടെ ലക്ഷ്യം അല്ലാഹു പൂർത്തീകരിച്ചു. അല്ലാഹുവിലുള്ള വിശ്വാസം കുറവ് വരാതെ വന്നപ്പോഴാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൊന്നുമോന അറുക്കുക എന്ന് പറയുന്ന ദൗത്യത്തിൽ പൂർണ്ണമായ വിജയം കൈവരിച്ചത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ കുറവ് വരാതെ വന്നപ്പോഴാണ് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തെ അല്ലാഹു തണുപ്പിച്ചു കളഞ്ഞത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. സയ്യിദുനാ ഇബ്രാഹിം ആദ്യം ഈ ദിക്ർ ചൊല്ലിയത് ഇബ്രാഹിം നബിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടില്ല ഈ ദിക്ർ കൂടെയുണ്ടെങ്കിൽ. പ്രതിസന്ധി ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു എന്ന് കരുതുന്നോടത്ത് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഇതാണ്. ഏത് ദിക്ർ? മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും എതിരിൽ ഖുറൈശികൾ വലിയ സന്നാഹം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നു. യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുന്നു. യുദ്ധത്തിന് വേണ്ടി ശത്രു സൈന്യം വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു എന്ന് പറയുന്നത് കേട്ടപ്പോൾ നബിയും സ്വഹാബത്തും വിളിച്ചു പറഞ്ഞ വർത്തമാനമാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒറ്റപ്പെട്ടു എന്ന് കരുതുമ്പോൾ, ജീവിതത്തിൽ വിജയം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അള്ളാഹുവിനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയേണ്ട ദിക്ർ ഈ ദിക്റാണ് ഹസ്ബുനല്ലാഹ്. ആ ദിക്ർ മാത്രം പോരാ, ആ ദിക്ർ തരുന്ന മെസ്സേജും കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ കാര്യം കാണാനാണോ റബ്ബിനെ വഴിപ്പെടുന്നത് എന്ന് തോന്നിപ്പോവാ. എല്ലാരും എല്ലാട്ടെയും പറയുന്നത്. ചില മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അവര് ദ്വാരെന്ന കാര്യം ദ്വാ ചെയ്തതിന്റെ ആ ശക്തി അനുസരിച്ച് ഇങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ പടച്ചോനെ പഴി പറയും. അങ്ങനെയുണ്ട്. എത്രയാ ഞാൻ ദാനധർമ്മം ചെയ്തത്, എത്രയാ ഞങ്ങൾ ദ്വാ ചെയ്തത്, എത്ര സ്വതക്കയാ ഞങ്ങൾ ചെയ്തത്, എന്നിട്ടും പോയല്ലോ കയ്യുന്നു. പരാതികൾ എമ്പാടുമുണ്ട്. പരാതികൾ നമുക്ക് എമ്പാടുമുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വിഭാഗത്തെ പറയുന്നുണ്ട്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. ഒരിക്കലും രക്ഷപ്പെടാത്ത ഒരു വിഭാഗമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ് فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. ഇങ്ങനെ ഒരു ഗുണം കെട്ട വർഗം അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു പറയാ. അവരുടെ വിശേഷണങ്ങൾ. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അള്ളാഹുവിനെ അവർ ആരാധിക്കുന്നത് അരികിൽ നിന്നാണ്. അരികിൽ ഇങ്ങനെ നിന്നിട്ട് കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറയാറുണ്ട് അല്ലെ? കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റൂ? ഒരു അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് വിശ്വാസം ഇസ്ലാമിലില്ല. അള്ളാഹു പറയുന്നു, തെല്ലിലിരുന്ന്, അരികിലിരുന്ന്, ഒരു ഓരം പറ്റി മാത്രം, ഒരു ഭാഗത്ത് മാത്രം വിശ്വാസം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആളുകൾ ജനങ്ങളിലുണ്ട്. അവർക്ക് വല്ല നന്മയും വന്നു കഴിഞ്ഞാൽ അവര് പറയും, ഓ നല്ല മതമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് നന്നായിട്ട് പറയും, ഇസ്ലാമിനെ കുറിച്ച് നന്നായിട്ട് പറയും. പടച്ചോൻ കേൾക്കാതിരിക്കോ, അള്ളാഹു കേൾക്കാതിരിക്കോ എന്നൊക്കെ പറയും അല്ലെ? ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ. അവർക്കെങ്ങാനും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവർ നേരെ തിരിയും. എന്തിനിപ്പം നിസ്കരിച്ചിട്ട് കാര്യം? അങ്ങനെ ബലമില്ലാത്ത
ദുർബലമായ വിശ്വാസം കൊണ്ട് ജീവിക്കുന്ന അത്തരം ആളുകളുണ്ടല്ലോ, അവരുടെ ദുനിയാവും ആഖിറവും പരാജയപ്പെട്ടുവെന്ന് ഖുർആൻ. അത് സാധാരണ പരാജയമല്ല. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അതൊരു വല്ലാത്ത പരാജയം. ഈ ആയത്തിറങ്ങാൻ കാരണമുണ്ട്. ഈ ആയത്തിറങ്ങാൻ കാരണം മഹാനായ ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ ഒരു വിഭാഗം ആളുകൾ വന്നു. വന്നിട്ടോ അവർ വന്നുകൊണ്ട് മുസ്ലിമായി അവരുടെ നാടുകളിലേക്ക് അവർ മടങ്ങി ചെല്ലുമ്പോൾ അവിടെ നല്ല കാലമാണ് കാണുന്നതെങ്കിൽ, വരൾച്ചയിൽ മഴ ലഭിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ, ചെടികൾ കിളിർത്ത് മുളച്ചു വരുന്നതാണ് കാണുന്നത് എങ്കിൽ, അവർക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ആടുമാട് ഒട്ടകങ്ങളിൽ വലിയ പുരോഗതിയും കച്ചവടത്തിൽ ലാഭവും ഒക്കെയാണ് കാണുന്നതെങ്കിൽ, അവർ പറയും ഇന്ന ദീനനാ ഹാദാ സ്വാലിഹുൻ ഫത്തമസ്സകൂ ബിഹി. നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ആ മതമുണ്ടല്ലോ, പരിശുദ്ധ ഇസ്ലാം നല്ല മതമാണ്, ആരും അത് കളയല്ലേ എന്നവർ പരസ്പരം ഉപദേശിക്കും. ആ നാട്ടുകാര് വന്നുകൊണ്ട് മുസ്ലിമായി നാട്ടിലേക്ക് തിരിച്ചു ചൊല്ലുമ്പോൾ പിന്നെ അവർ കാണുന്നത് പ്രയാസങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളുമാണ് എങ്കിൽ അവർ വിളിച്ചു പറയും മാഫി ദീനിനാ ഹാദാ ഖൈർ. ഇപ്പൊ നമ്മൾ വിശ്വസിച്ച ഈ വിശ്വാസത്തിൽ, ഈ മതത്തിൽ ഒരു ഗുണവുമില്ല, ഒരു ഗുണമില്ല. ഇപ്പൊ എന്തപ്പോ ഇതുകൊണ്ട് ഇപ്പൊ ഗുണമുള്ള? അങ്ങനെ ഗുണമില്ല എന്ന് പഴി പറയുന്ന ഈ സ്വഭാവക്കാരെ പറ്റി ഖുർആൻ പറഞ്ഞു, ഖസിറത് ദുനിയാ വൽ ആഖിറ. അവരുടെ ദുനിയാവും ആഖിറവും നഷ്ടത്തിലാണ്. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അത് വല്ലാത്തൊരു നഷ്ടമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ രീതിയിലാണ് ഒരു വിശ്വാസിയുടെ ചുറ്റുവട്ടത്തെ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ലതുണ്ടാവും, ചീത്തയുണ്ടാവും. അവിടെ നമ്മുടെ ആദർശം നമ്മൾ പണയം വെക്കുകയോ അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെയുണ്ട്. നമ്മൾ മുസ്ലിം അല്ലാന്നൊന്ന് മാറ്റി പറഞ്ഞാൽ ഒരുപാട് കിട്ടാനുണ്ടാവും. അത് പറ്റില്ലല്ലോ. നമ്മൾ മുസ്ലിമാണെന്ന് പറയാൻ, എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന് വിദേശത്തെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു ജോലി വന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വർഷത്തിൽ ന്യൂ ഇയറിന്റെ അന്ന് മദ്യം വിളമ്പുന്നോടത്ത് അദ്ദേഹം ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതൊന്ന് അദ്ദേഹം കണ്ണടയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു ജോലി വിദേശത്ത്. വേണ്ടാന്ന് വെച്ചു. അപ്പോഴും അദ്ദേഹത്തിന്റെ മുന്നിൽ അവസരമുണ്ടായിരുന്നു. ആ ന്യൂ ഇയർ വരെ 8-9 മാസം കിട്ടും. അവിടെ വരെ ആ ജോലി തുടർന്നിട്ട് ആ സമയമാകുമ്പോൾ ജോലി പിന്മാറിയാലും അത്രയും നാളത്തെ വലിയ ശമ്പളം ഉണ്ടാവും. വേണ്ടാന്ന് വെച്ചു. എന്തേ കാരണം? അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഉദ്ദേശിച്ചത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തമാണ് ഉദ്ദേശിച്ചത്. അഡ്ജസ്റ്റ് ചെയ്യുന്ന വിശ്വാസമാണെങ്കിൽ അതൊക്കെ മേടിച്ചെടുക്കും, ആ ജോലിയൊക്കെ ഉപയോഗപ്പെടുത്തും. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. മൂമിനിന്റെ പരിസരം വളരെ പ്രയാസമാണ്. ഒരു വിശ്വാസിയായിട്ട് ജീവിക്കൽ വലിയ പ്രയാസാടോ. ദുനിയാവിൽ മൂമിനായി ജീവിക്കുക എന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മൂമിനിന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അജബൽ ലിഅംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസാബത്ഹു സറാഉ ശകറാ ഫകാന ഖൈറൻ ലഹു وإن أصابته ضراء صبر فكان خيرا له. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഒരു മൂമിനിന്റെ കാര്യം അത്ഭുതമാണ്. അവനെന്ത് നന്മ വന്നാലും അവനെന്ത് മോശം വന്നാലും എല്ലാം അവൻ നന്മയായേ കാണൂ. എല്ലാത്തിലും ഒരു ഖൈർ ഉണ്ടെന്ന് വിശ്വസിക്കും. അവനൊരു സന്തോഷം വന്നു കഴിഞ്ഞാൽ അവൻ ആ സന്തോഷത്തിന്റെ പേരിൽ മതിമറക്കില്ല, അള്ളാഹുവിന് ശുക്ർ ചെയ്യും. അവനിനി വരുന്നത് ഒരു പ്രയാസമാണ് എങ്കിൽ അവൻ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി ക്ഷമിക്കും. ഇത് രണ്ടും ഒരു മൂമിനെ കഴിയൂ. മൂമിനിന്റെ കാര്യം അത്ഭുതമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിഖാണ് അങ്ങനെയല്ല. മുനാഫിഖ് എങ്ങനെയാ? മുനാഫിഖ് നല്ലത് വരുമ്പോ അവിടെ അങ്ങോട്ട് കൂടും, അപ്പൊ വലിയ ഈമാനൊക്കെ ഉള്ള ആളാവും. മോശം വരുമ്പോൾ മതത്തെ കുറ്റം പറയും, വിശ്വാസത്തെ കുറ്റം പറയും, പള്ളിയെ കുറ്റം പറയും, നിസ്കാരത്തെ കുറ്റം പറയും, മുസ്ലിയാക്കന്മാര് ദ്വാരുന്നതിനെ കുറ്റം പറയും, ഒക്കെ പറയും. നമ്മൾ എവിടെയാ നിൽക്കുന്നത്?
ഈ തരത്തിലുള്ള ഈമാനും കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മെ സംബന്ധിച്ച് പറയുന്ന പേര് മുസ്ലിം എന്നല്ല, മുനാഫിഖ് എന്നാണ്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനൻ നാരി വലൻ തജിദ ലഹും നസീറാ. മുനാഫിഖ് നരകത്തിലാണെന്നല്ല പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 145-ാമത്തെ ആയത്ത് മുനാഫിഖിന്റെ സ്ഥാനം നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. ആരും സഹായിക്കാനുണ്ടാവില്ല. മുനാഫിഖാവാൻ നമ്മുടെ സാഹചര്യങ്ങൾ അല്ലാഹ് തന്നതാണെന്ന ബോധം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സാഹചര്യം പുതിയതുണ്ടാവുന്നത് നമുക്ക് മുനാഫിഖാവാനാ. ഇബ്ലീസ് അങ്ങോട്ട് കൊണ്ടുപോവാ. നമ്മുടെ ഈമാൻ ഉള്ളറിഞ്ഞ ഈമാൻ, നമ്മുടെ ഉള്ളറിഞ്ഞ ഈമാൻ, സത്യസന്ധമായ ഈമാൻ, അതൊരിക്കലും പാഴല്ല. അതൊരിക്കലും പാഴല്ലല്ലോ. ഉള്ളറിഞ്ഞ ഈമാൻ, സത്യസന്ധമായ ഈമാൻ ഒരിക്കലും പാഴല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഉള്ളറിഞ്ഞ ഈമാൻ, സത്യസന്ധമായ ഈമാൻ ഒരിക്കലും പാഴല്ല. നമ്മുടെ ഉള്ളറിഞ്ഞ ഈമാൻ, നമ്മുടെ മനസ്സ് നിറഞ്ഞ ഈമാൻ, നമ്മുടെ ആത്മാർത്ഥമുള്ള ഇഖ്ലാസുള്ള നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിൽ നമ്മൾ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമ്മളൊന്ന് കരഞ്ഞ് ദുആ ചെയ്തത്. നമ്മൾ ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാ ഒന്ന് നിസ്കരിച്ചത്. ഈ നിസ്കാരം കണ്ടത് ആരുമില്ല. നമ്മൾ നിസ്കരിച്ച റൂമിന്റെ 4 ഭിത്തികൾ മാത്രമാണെങ്കിലും ആ ഭിത്തി അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയും. വല്ലാത്തൊരു വർത്താനം. നമ്മുടെ ഉള്ള് അറിഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ആരെയും ബോധ്യപ്പെടുത്താനില്ലാത്ത നമ്മുടെ ഈമാൻ ഉണ്ടല്ലോ. ആ ഈമാന്റെ പേരിലാ നമ്മൾ ഒരു തെറ്റ് ചെയ്യാതെ നിന്നത്. നമ്മുടെ ഉള്ളിലുള്ളതായ ആ ഈമാന്റെ ബോധമുള്ളതിന്റെ പേരിലാ നമ്മൾ ഒരു നന്മ ചെയ്തത്. ആരും കണ്ടിട്ടില്ല. പക്ഷെ കണ്ടത് ഒരു പുൽച്ചെടിയാണ് എങ്കിൽ, ആ കണ്ടത് ഒരു ചരൽ കല്ലാണ് എങ്കിൽ, അതുപോലും നമുക്ക് അനുകൂലമായി സാക്ഷി പറയുമെന്നാ മഹാന്മാര് പഠിപ്പിച്ചത്. കണ്ടു. മഹാനായ ഇബ്രാഹിമുൽ വാസിത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം കാണാനുണ്ട്. മഹാനവറുകള് 7 കല്ലിങ്ങനെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു. 7 കല്ല് ചുരുട്ടിപ്പിടിച്ചു. എവിടെയാണ് ഇപ്പോൾ മഹാൻ നിൽക്കുന്നത്? പരിശുദ്ധ അറഫയിലാണ്. മഹാനവറുകൾ അറഫയുടെ വിശാലതയിൽ, ആ വിജനതയിൽ 7 കല്ലുകൾ കയ്യിൽ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ചിട്ട് 7 കല്ലുകളോട് മഹാനവറുകൾ ചോദിച്ചു, അല്ലയോ കല്ലുകളെ, എന്റെ മനസ്സ് നിറയെ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ മനസ്സ് നിറയെ മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സറിഞ്ഞിട്ട് ഇവിടെ വെച്ചൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയാണ്. 7 കല്ലുകളെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ട് കൈത്തണ്ടെന്ന് നിവർത്തിയിട്ട് മഹാനായ ഇബ്രാഹിമുൽ വാസിത്തി റളിയല്ലാഹു അൻഹു ആ കല്ലുകളെ നോക്കിയിട്ട് പറയാണ്, ഞാൻ എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വിശ്വാസത്തെ എന്റെ ഉച്ചാരണത്തിലൂടെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എന്റെ വിശ്വാസത്തിന് നിങ്ങൾ കാവൽ നിൽക്കുമോ? നിങ്ങൾ കാവൽ നിൽക്കുമോ? ആരെയും ബോധിപ്പിക്കണ്ടോ? ഏറ്റവും നല്ല ക്യാമറ പടച്ചോനാ, എല്ലാം കാണുന്നവനാണ്. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തിലാണ്. ഇത് ബോധ്യപ്പെടുന്ന ആള് നമ്മെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. ഇബ്രാഹിമുൽ വാസിത്തി റളിയല്ലാഹു അൻഹു കല്ലുകളോടാ ചോദിക്കുന്നു, നിങ്ങള് എനിക്ക് സാക്ഷിയാവോ? കല്ല് സാക്ഷിയാവണമല്ലോ. കല്ലുകളെ നിങ്ങൾ സാക്ഷിയാകുമോ എന്ന് ചോദിക്കുന്നു. മഹാനവറുകളുടെ ചിന്താഗതിയാണത്. ഈ കല്ലും എനിക്ക് സാക്ഷിയാവുന്ന, ഈ കല്ലും എനിക്ക് സാക്ഷിയാവും. ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും കൈവിരൽ കൊണ്ട് എണ്ണം പിടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തേ കാരണം? ഈ വിരലുകൾ സാക്ഷിയാവും. ഈ വിരൽ ഓരോ സുബ്ഹാനല്ലാഹും സാക്ഷിയാവും. അസ്മാ റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ കുറെ ഈത്തപ്പഴത്തിന്റെ കുരു ഇങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ മോളേത്? നബിയെ, ഞാൻ ദിക്ർ ചൊല്ലുമ്പോൾ എണ്ണം എടുക്കുന്നതാണ്. ദിക്ർ ചൊല്ലാൻ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈത്തപ്പഴത്തിന്റെ കുരു ഞാൻ കൂട്ടിവെച്ചിരിക്കുന്നത്.
നിബിതങ്ങൾ തടസ്സം പറഞ്ഞില്ല. കാരണം ഈത്തപ്പഴത്തിന്റെ കുരുവാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന് ഗുണമായിട്ട് സാക്ഷി പറയും. എണ്ണം വെക്കാൻ വേണ്ടി വെച്ചതാണെങ്കിൽ പോലും അത് സാക്ഷി പറയുമെന്ന മൗനസമ്മതമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഫറള് നിസ്കരിച്ചെടുത്തുന്ന ഒരല്പം ഇങ്ങോട്ട് മാറിയിട്ടാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. എന്താ കാരണം? ഫറള് നിസ്കരിച്ച ഇടം നമുക്ക് സാക്ഷി പറയും, നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്ന ഇടവും നമുക്ക് സാക്ഷി പറയാനുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ഇടങ്ങൾ നമുക്ക് സാക്ഷി പറയാനുണ്ടാവാൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിസ്കരിക്കണം. അങ്ങനെയാണുള്ളത്. അങ്ങനെയാണ് തസ്ബീഹ് മാലയിലെ ഓരോ മണികളും നമുക്ക് സാക്ഷി പറയും. എല്ലാനും സാക്ഷി പറയും. നിങ്ങൾക്കറിയുമോ, മഹാനായ ഇബ്രാഹിമുൽ വാസിത്തി റളിയല്ലാഹു അൻഹു കയ്യിലേക്ക് 7 കല്ലുകളിലേക്ക് നോക്കിയിട്ട് ഉറക്കം മനസ്സിൽ തട്ടി കണ്ണ് നിറഞ്ഞിട്ടങ്ങ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ ആ ഒരു വിചാരത്തോടുകൂടെ, ആ ഒരു ചിന്തയോടുകൂടെ അന്നത്തെ ദിവസം എന്റെ കയ്യിലിരുന്ന കല്ലെനിക്ക് സാക്ഷി പറയൂലോ. അന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോൾ മഹാനുഭാവൻ ഒരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ മഹാൻ കാണുന്നത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാൾ സംഭവിച്ചു. മഹ്ശറയാണ്. മഹ്ശറയിൽ ഇബ്രാഹിമുൽ വാസിത്തി റളിയല്ലാഹു അൻഹുവിനെ വിചാരണ ചെയ്യുന്ന സ്വപ്നം കാണുന്നു. വിചാരണ കഴിഞ്ഞു. മലക്കുകൾ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു ഇബ്രാഹിമുൽ വാസിത്തി റളിയല്ലാഹു അൻഹുവിനെ നരകത്തിലേക്ക്. ഇതാണ് സ്വപ്നം. സ്വപ്നാണ് കേട്ടോ. നരകത്തിന്റെ 1-ാമത്തെ കവാടത്തിലെത്തിയപ്പോൾ തന്റെ കയ്യിൽ അങ്ങ് ചുരുട്ടിപ്പിടിച്ച 7 കല്ലുകളിലെ 1-ാമത്തെ കല്ലവിടെ വീഴുകയാണ്. സ്വപ്നാണ്. നരകത്തിന്റെ കവാടത്തിൽ ആ കല്ല് വലിയ ഒരു പ്രതിബന്ധമായി വളർന്നു വലുതായി തടസ്സമായി നിൽക്കുന്നു. ഈ നരകത്തിലേക്ക് ആ മനുഷ്യനെ കയറ്റാൻ ഞാൻ സമ്മതിക്കൂല. മലക്കുകൾ പലരും വന്നുകൊണ്ട് ആ കല്ലെടുത്തുയർത്താൻ നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ കല്ലെടുത്തുയർത്താൻ കഴിയാതെ നരകത്തിന്റെ അടുത്ത കവാടത്തിലേക്ക് മഹാന വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാ മലക്കുകൾ. അവിടെ ചെന്നപ്പോൾ 2-ാമത്തെ കല്ല് അവിടെ തടസ്സമായി നിൽക്കുന്നു. അവിടെയും മഹാനുഭാവനെ കയറ്റാൻ കല്ല് സമ്മതിച്ചില്ല. മലക്കെടുത്തുയർത്താൻ നോക്കി, കഴിഞ്ഞില്ല. 3-ാമത്തെ കവാടത്തിലും അങ്ങനെ 4-ാമത്തെ കവാടത്തിലും 7 കവാടത്തിലേക്കും ചെന്നു. 7 കവാടത്തിലും കല്ലുകൾ തടസ്സമായി നിന്നു. മലക്കുകൾക്ക് പരാജയം സംഭവിച്ചു. അവസാനം 7 കല്ലുകളും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുകയാണ്, ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു ഉലുൽ ഇൽമി വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. സൂറത്ത് ആലു ഇമ്രാനിന്റെ 18-ാമത്തെ ആയത്താ പിന്നെ അവിടെ കേൾക്കുന്നത്. കല്ലുകൾ മുഴുവനും ഈ ആയത്ത് വിളിച്ചു പറയാൻ തുടങ്ങി. നരകത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. മഹാനവറുകളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു അർശിന്റെ ചുവട്ടിൽ. അർശിന്റെ ചുവട്ടിൽ കൊണ്ടുവച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ ചോദ്യം മഹാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ഓ ഇബ്രാഹിമുൽ വാസിത്തി എന്നവരെ, അങ്ങയോട് ചോദിക്കട്ടെ, കയ്യിൽ വെച്ചിരുന്ന 7 കല്ലുകൾ അങ്ങേക്ക് ഗുണത്തിന് വേണ്ടി അങ്ങേക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞു എന്നത് അങ്ങേക്ക് ബോധ്യമായില്ലേ? റബ്ബേ, കണ്ണില്ലാത്ത കല്ലല്ലേ, കാതില്ലാത്ത കല്ലല്ലേ, ജീവനുണ്ടോ എന്ന് ചോദിച്ചാലില്ല എന്ന് പറയേണ്ടി വരുന്ന കല്ലല്ലേ. ഈ കല്ല് അങ്ങേക്ക് സാക്ഷി പറഞ്ഞുവെങ്കിൽ എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമായ അള്ളയുണ്ടല്ലോ, അങ്ങേക്ക് സാക്ഷി പറയുമെന്ന കാര്യത്തിൽ ഇനി സംശയമുണ്ടോ? മഹാനവറുകളുടെ സ്വപ്നത്തിൽ നിന്നും ചാടി ഉണർന്നു എന്ന്. ഇനി ഞാനൊരു ആയത്തോതാം. സൂറത്ത് ആലു ഇമ്രാനിന്റെ 18-ാമത്തെ ആയത്ത്. നമ്മൾ ബോധിപ്പിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. 5 മണിക്കാണ് ട്രെയിൻ വരാനുള്ളത്. നമുക്ക് യാത്ര തുടങ്ങണം 5 മണിക്ക്. സുബഹി ബാങ്ക് വിളിക്കുന്നത് 5:01 എങ്കിൽ നമ്മൾ സുബഹി നിസ്കരിക്കുന്നത് എങ്ങനെ? എന്നോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, നിസ്കരിക്കേണ്ട യാത്ര ചെയ്തോ? അങ്ങനെ ഒരു മസാല എവിടെയില്ല, അങ്ങനെ ഒരു വിട്ടുവീഴ്ച എവിടെയില്ല.
ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് പിന്നെ അവിടെ കയറിയാൽ നിൽക്കാൻ പോലും ഇടമില്ല. ട്രെയിനിൽ തിരക്കായിരിക്കും. ട്രെയിനിൽ നിന്നും നിൽക്കാൻ ഇടം കിട്ടിയാലല്ലേ. ഒളു എടുത്ത് ഒരു മുസല്ലം കൈപിടിച്ച് ഖിബല ഏത് ഭാഗത്തേക്കാണെന്ന് ഉറപ്പിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നു. ട്രെയിൻ 5 മിനിറ്റ് വൈകിയെന്നു. 5 അല്ല 10 മിനിറ്റ് വൈകി. സ്വസ്ഥമായി നമ്മൾ നിസ്കരിച്ചിട്ട് പോകാനുള്ള സാവകാശം അല്ലാഹു കൊടുത്തു. ഇതെങ്ങനെയാ? ഇതൊരു വീട് പാർക്കിൽ വരുമ്പോഴേക്കും 1 മാസം മുമ്പേ നിസ്കാരം കെട്ട് കളയാം. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ റബ്ബിനെ വഴിപ്പെടുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയ്ക്ക് ഒരു ആത്മാർത്ഥത വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കയ്യിലിരുന്ന കല്ല് പോലും സാക്ഷി പറയുമെന്ന് ബോധ്യപ്പെടുത്തിയ മഹാനെ. ഇനി കേട്ടോ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സാക്ഷിയാണ്. ശഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് സാക്ഷിയാണ്. അവന്റെ മലക്കുകൾ സാക്ഷിയാണ്. അല്ലാഹു ഉഖറവിയായ അവന്റെ ഹിക്മത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഉഖറവിയായ ജ്ഞാനം കിട്ടിയവരും സാക്ഷിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഒന്നും പാഴല്ല, ഉറച്ചങ്ങോട്ട് റബ്ബിനെ അങ്ങോട്ട് പിടിച്ചോ, രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വെള്ളത്തിന്റെ അരികിൽ, തോടിന്റെ ഒക്കെ അരികിലിരിക്കുന്ന കല്ലുകളെ പോലെ ആവല്ലേ നിങ്ങളെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കല്ല്, തോടിന്റെയും പുഴയുടെയും ഒക്കെ അരികിലിരിക്കുന്ന കല്ലുണ്ട്. ആ കല്ല് നനഞ്ഞിട്ടുണ്ടോ? നനഞ്ഞിട്ടുണ്ട്. വെള്ളം ആ കല്ലിൽ പുരണ്ടിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ അതിന്റെ അകത്തേക്ക് അത് കയറിയിട്ടില്ല. ബാഹ്യപ്രകടനങ്ങൾ മാത്രമാവല്ലേ നിങ്ങളുടെ ദീൻ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബാഹ്യപ്രകടനം നരകത്തിന്റെ താഴെ തട്ടിലേക്ക് പോകേണ്ട മുനാഫിഖിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോവല്ലേ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഈ വിശ്വാസത്തിന്റെ സുദൃഢമായ മുന്നേറ്റത്തിന് വേണ്ടി നമ്മളൊന്ന് ഒരുങ്ങണം. നമ്മൾ അതിനു വേണ്ടി തയ്യാറാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സിൽ, നമ്മുടെ ഈ ക്ലാസ്സിൽ ദുആ ചെയ്യാൻ പറഞ്ഞ് ധാരാളം ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമാറാവട്ടെ. രോഗികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബെ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നീ നിറവേറ്റി കൊടുക്കണേ അള്ളാഹുവെ. പരീക്ഷയുമായി ബന്ധപ്പെട്ട് പല മക്കളുടെയും രക്ഷിതാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവെ നീ അവർക്കൊക്കെ റാഹത്ത് നൽകണേ അല്ലാഹ്, ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്. ജോലി സംബന്ധമായ തടസ്സങ്ങൾ നിങ്ങൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു നീ അതെല്ലാ തടസ്സങ്ങളും തട്ടിമാറ്റണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.